പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സിമ്പിൾ കസ്റ്റാർഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇളനീർ വെച്ചിട്ട് ഇളനീർ കസ്റ്റാർഡ് വിത്ത് ഫ്രൂട്ട് സലാഡാണ് ഇന്നത്തെ നമ്മുടെ ഐറ്റം. ഞാനിവിടെ ഇളനീർ എടുത്തിട്ടുള്ളത് അത്യാവശ്യം കാമ്പുള്ള ടൈപ്പാണ് കേട്ടോ. നമുക്കിത് ജ്യൂസ് അടിച്ചിട്ട് എടുക്കണം, അത്യാവശ്യം ജ്യൂസ് വേണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കട്ടിയുള്ള കാമ്പോട് കൂടിയിട്ടുള്ള ഇളനീരാണ് നമുക്കതിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. കസ്റ്റാർഡ് പൗഡർ അല്ല ഇട്ട് കൊടുക്കുന്നത്, കോൺഫ്ലവർ ആണ്. പിന്നെ വേണ്ടത് പാല്, നമ്മുടെ സാദാ പശുവിൻ പാലാണത്. പഞ്ചസാര വേണം. പിന്നെ ഇളനീർ വെള്ളം എടുത്തിട്ടുണ്ട്, ഒരു ഇളനീർ വെള്ളമാണ് ഇട്ടുള്ളത്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചൈന ഗ്രാസ് ആണ്. 25 ഗ്രാമിൻ്റെ പാക്കറ്റ് ആയിരുന്നു. ഞാനത് 5 ഭാഗമാക്കി കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 5 ഗ്രാമാണ് നമുക്ക് വേണ്ടത് ഈ ഒരു കസ്റ്റാർഡ് ഉണ്ടാക്കാൻ. പിന്നെ വേണ്ടത് ഫ്രൂട്ട്സ്, ഏതാണോ നമ്മുടെ കയ്യിലുള്ളത് ആ ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് ഒരു കസ്റ്റാർഡിലേക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ മാങ്ങ, ആപ്പിള്, പിന്നെ അനാർ, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ കുഞ്ഞ് ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു കസ്റ്റാർഡ് ഉണ്ടാക്കാനും ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാനൊക്കെ വേണ്ടത്. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട്സ് എല്ലാം ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് പൊടിച്ച പഞ്ചസാര 2 ടേബിൾ സ്പൂണോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യാം. അത് എന്നിട്ട് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് തണുപ്പിക്കാൻ വേണ്ടി വെക്കുക. പിന്നെ ചെയ്യേണ്ടത് ജ്യൂസ് ഉണ്ടാക്കലാണ്. ഇളനീർ ഞാൻ ഒരു ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു 4-5 സ്പൂൺ പഞ്ചസാര, പിന്നെ കുറച്ച് സാദാ വെള്ളം, കുറച്ച് ഇളനീർ വെള്ളം കൂടെ എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ എടുത്ത് പേസ്റ്റാക്കി അരച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അരിച്ചിട്ട് നന്നായിട്ട് ഉപയോഗിക്കണം, അരിച്ചിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പിൽ നമുക്ക് അരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്തിട്ട് അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇളനീർ വെള്ളമാണ് ഇത്. 1.25 കപ്പ് ഉണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ അതൊരു അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് അതേ സമയം തന്നെ നമുക്ക് ഈ ഒരു ചൈന ഗ്രാസ് ഒന്ന് അലിയിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം, 1 കപ്പ് വെള്ളം, സാദാ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് അലിയുന്ന രീതിയിൽ ഇത് ഈ ഒരു പാകത്തിന് നമുക്ക് എടുക്കാം. ഇത് ഈ ഒരു ഇളനീരിൻ്റെ വെള്ളം ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചൂടായി കിടക്കുന്ന ഇളനീർ വെള്ളമാണ് കേട്ടോ അത്. അതേ ആ ഒരു ഇതിൽ തന്നെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കുക. എന്നിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഒരുപാട് തണുത്ത് പോകണ്ട, ചെറിയൊരു ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ട്രേ ഉണ്ടാവുമല്ലോ അതിലൊക്കെ ഒഴിച്ച് വെക്കാം. അപ്പം ഞാൻ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നത് ഈ ഒരു മോൾഡിലേക്ക് ഒഴിച്ച് വെക്കുകയാണ്. അപ്പോൾ അതും നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇനി ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കസ്റ്റാർഡാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇളനീർ ജ്യൂസ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ തന്നെ കോൺഫ്ലവറാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം, സാദാ വെള്ളം ഈ കോൺഫ്ലവറിലേക്ക് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് അലിഞ്ഞതിന് ശേഷം അതിലുള്ള ജ്യൂസ് ഉണ്ടല്ലോ, ജ്യൂസ് കുറച്ചെടുത്തിട്ട് ഈ ഒരു കോൺഫ്ലവറിൽ നിന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് തന്നെ അതൊന്ന് ജ്യൂസുമായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. തിരിച്ച് നമ്മൾ ജ്യൂസിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് കൂടെ തന്നെ 4 ടേബിൾ സ്പൂൺ പാല്, സാദാ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നമ്മുടെ ഈ ഒരു കസ്റ്റാർഡിന് നല്ലൊരു വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കൂടി പോകണ്ട, അതിൻ്റെ ടേസ്റ്റൊക്കെ മാറും. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. മധുരത്തിന് പാകത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി അതിൻ്റെ മധുരം നോക്കണം കേട്ടോ. മധുരം ഒരുപാട് കൂടി പോകണ്ട, എന്നാൽ കുറയും വേണ്ട, നമ്മൾ തണുപ്പിക്കാവുന്നതല്ലേ. അപ്പോൾ പിന്നെ അത്യാവശ്യം ഒരു പാകത്തിന് മധുരം ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് മധുരം അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കുറുക്കിയെടുക്കണം. അപ്പോൾ ഇതിന് നമ്മൾ ഫ്ലേവറായിട്ട് ഒന്നും ചേർക്കുന്നില്ല. വാനില എസൻസോ അല്ലെങ്കിൽ ഏലക്കാപ്പൊടി അങ്ങനത്തെ യാതൊരുവിധ സാധനങ്ങളും ചേർത്ത് കൊടുക്കുന്നില്ല. മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ല. അപ്പോൾ കറക്റ്റ് നമ്മുടെ ഇളനീരിൻ്റെ ടേസ്റ്റാണ് ഈ ഒരു കസ്റ്റാർഡിന് ഉണ്ടാവുക. ഇതിലേക്ക് ഇനി ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനത് മറന്നു പോയിട്ടുണ്ട്, ലാസ്റ്റ് സ്റ്റേജിലാണ് ഞാനത് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു പാകത്തിന് അതേ തീയെല്ലാം ഓഫ് ചെയ്തു. ഈ ഒരു കട്ടിക്കാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിത് സ്റ്റവ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് തണുത്തതിന് ശേഷം വേറൊരു ബൗളിലേക്ക് മാറ്റി നമുക്ക് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. തണുപ്പിച്ചിട്ടാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ്. നല്ലതായിട്ട് തണുത്തിട്ട് വേണം ഇതെല്ലാം സെർവ് ചെയ്യാൻ. അപ്പോൾ നല്ല പാകത്തിന് തന്നെ എടുക്കാം. ഒരു 5-6 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഇത് എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ? അപ്പോൾ കഴിക്കുന്നത് എപ്പോഴാണോ അതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചാൽ മതി. നല്ല തണുപ്പിൽ എപ്പോഴും കഴിക്കണം. അപ്പോൾ അതെല്ലാം സെറ്റായിട്ടുണ്ട്. ഇതിൽ ജെല്ലി കണ്ടോ, കറക്റ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കസ്റ്റാർഡ് റെഡിയാണ് എല്ലാം. ഇനി ജെല്ലി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ. ഇതിപ്പോൾ എല്ലാവരും അടുത്തും ജെലാറ്റിനും അതുപോലെ ചൈന ഗ്രാസ് ഒന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ജെല്ലി ഉണ്ടാക്കണമെന്ന് നിർബന്ധമില്ല. ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇനി ഇല്ല എങ്കിൽ കസ്റ്റാർഡും പിന്നെ ഫ്രൂട്ട് സലാഡും മാത്രം കഴിച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ അതെ ഞാനിത് ജെല്ലി എല്ലാം കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കസ്റ്റാർഡ്, ഇളനീർ കസ്റ്റാർഡ് ഇതേ കറക്റ്റ് പാകത്തിനാണ് കിട്ടിയിട്ടുള്ളത്. അതും നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കട്ടയുടച്ചൊന്ന് സ്മൂത്താക്കി എടുക്കുന്നുണ്ട്. അതിനെ വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഈ ഒരു കസ്റ്റാർഡ് കിട്ടും. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതേപോലെ ഫ്രൂട്ട്സിൽ ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. അത് ലാസ്റ്റ് സ്റ്റേജിൽ ഇട്ടാൽ മതി, തന്നെ ക്രഞ്ചിനെസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു കസ്റ്റാർഡ് ചെറിയൊരു ഗ്ലാസ്സിലേക്ക് എടുത്തു. പിന്നെ ഞാൻ ജെല്ലി ഇടുന്നില്ല, ഫ്രൂട്ട്സ് മാത്രമാണ് ഇടുന്നത്. ഇത് രണ്ടും കൂടെ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. അപ്പോൾ ഞാനിത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിന് കുറച്ച് ഉപ്പിൻ്റെ കുറവ് ഞാൻ അറിഞ്ഞത്. പിന്നെ ഈ ഒരു സമയത്താട്ടോ ഞാനത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു നുള്ളു മാത്രമേ പാടുള്ളൂ, ഓവറായിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് മാറുമേ. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞിട്ടെങ്കിൽ നമ്മളെല്ലാം സെറ്റായി. ഇനി ഇതാ ഞാനത് സെർവ് ചെയ്യാൻ പോവാണ്. ഇതേപോലെ ഒരു ബൗളിൽ ഒരു പകുതി ഓളം എടുക്കണം കേട്ടോ കസ്റ്റാർഡ്. അതിനകത്തേക്ക് നമ്മൾ ഇളനീർ ജെല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇളനീർ വെള്ളത്തിൻ്റെ ജെല്ലിയാണ്. പിന്നെയുള്ളത് നമ്മുടെ ഫ്രൂട്ട് സാലഡ്, അതും ഇഷ്ടമുള്ളതുപോലെ അലങ്കരിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിതിൻ്റെ നടുക്ക് ഒരു പുതിനയിലെ കൂടെ ഒരു ഭംഗിക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇളനീർ കസ്റ്റാർഡ് വിത്ത് ഫ്രൂട്ട് സാലഡ്. നല്ല രുചിയായിട്ടോ കഴിക്കാൻ. ഓരോന്നിനും അതിൻ്റേതായ ടേസ്റ്റ് നന്നായിട്ട് നമുക്ക് അറിഞ്ഞ് കഴിക്കാൻ പറ്റുന്നൊരു ഐറ്റം തന്നെയാണ്. നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ഞാൻ നേരത്തെ പറയുകയാണ്, ഒരുപാട് പേര് ലൈക്ക് ചെയ്യാതെ പോകുന്നുണ്ട്. പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ ഈ ഒരു കസ്റ്റാർഡിൻ്റെ ടേസ്റ്റ് അറിയണ്ടേ, ഇത് വാലിട്ട അലിഞ്ഞു പോകുന്ന രുചിയാണ്. നല്ല ഇളനീരിൻ്റെ ടേസ്റ്റാണുള്ളത്. നമ്മളിതിനകത്തേക്ക് ഒന്നും ചേർത്തിട്ട് കൊടുത്തിട്ടില്ല. നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് കിട്ടും. വാനില എസൻസ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് കിട്ടും. നമ്മളതൊന്നും ചേർത്തിട്ടില്ല. പിന്നെ അതുപോലെ മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുത്തിട്ടില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഇത് മാത്രം കഴിക്കാൻ നല്ല രുചിയാണ്. ഇത് നമ്മുടെ മെയിൻ ഐറ്റം ഞാനതിവിടെ ചെറിയൊരു ഗ്ലാസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റും അപാര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇതിന് കസ്റ്റാർഡിൻ്റെ രുചിയും ആ ഒരു അണ്ടിപ്പരിപ്പിൻ്റെ ക്രഞ്ചിനെസ്സും ഫ്രൂട്ട്സിൻ്റെ നല്ല ടേസ്റ്റും എല്ലാം കിട്ടുന്നുണ്ട്. ഇത് ഓരോന്നിനും സെപ്പറേറ്റ് ടേസ്റ്റ് തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇതിൽ കുറച്ച് കോൺഫ്ലെക്സ് ഉണ്ടെങ്കിൽ അതിന് വേറൊരു ടേസ്റ്റ് ആട്ടോ. അതുകൂടെ ഉണ്ടെങ്കിൽ കഴിച്ച് നോക്കൂ, അതിന് വേറൊരു രുചിയും കൂടിയാണ്. അപ്പോൾ ഇത് പല രീതിയിലും കഴിക്കാം. കസ്റ്റാർഡ് മാത്രം കഴിക്കാം, ഇളനീർ ജെല്ലി മാത്രം കഴിക്കാം, ഫ്രൂട്ട് സാലഡ് മാത്രം കഴിക്കാം, അതല്ല എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയാൽ ഏത് രീതിയിൽ വേണം കഴിക്കുമ്പോഴും അതിന് നല്ല രുചി തന്നെയാണ് വരുന്നത്. ഇളനീർ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ? നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും വേണം. ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.